ഇന്ന് നമ്മൾ സാദിബ്രോന്റെ വീടിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചു. ആയിക്കൂടി പോയി ആൾക്കാരൊക്കെ വരവ് ഇറങ്ങി. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫുള്ള് നമ്മളെ കൺട്രോൾ തന്നെയാണ്. നമ്മളോട് ചോദിച്ചാൽ ഒന്നും നടക്കണില്ല. സാലിയ ഇജ്ജ് ഹാപ്പിയല്ലേ? പിന്നെ ഇജ്ജ് ഇവിടെ തന്നെ ഇരുന്നാൽ കേട്ടോ, പുറത്തേക്ക് ഇറങ്ങിയത് ഇജ്ജ് ഒരു പുതിയ ആപ്പിലെന്നാണ് വിചാരിച്ചാൽ മതി. അന്നെ വരുന്നവരെ കണ്ടുപോകും. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങൂല. ഇന്നെ കാണുന്ന ആൾക്കാർ ഉള്ളിലേക്ക് കയറുക. ഇജ്ജ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ നേരെ നോക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാലത്ത് ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നു, അത് അവരായിട്ടൊക്കെ തീർക്കുക. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടോ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിനുമായിരുന്നു, ഭയങ്കരം തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫയറേ നിർത്തിയില്ലേ? നീച്ചല്ലേ? ഇജ്ജ് എന്നെ നോക്കണ്ട, ഇജ്ജ് പോയി കഞ്ചി അവിടെ തിരക്കാവും. എന്നാലും ഇജ്ജ് നീച്ചൂലല്ലേ? സിറ്റ് ഔട്ടിലൊരു ഫാനും കൂടി വേണ്ടിയിരുന്നു. ഞങ്ങളോട് കുടിയിരിക്കലാ പറഞ്ഞേ, ഗജ്ജ് വീസിട്ടല്ല വരിക. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ വെച്ച കണ്ട പരിചയം. അന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. എന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും എന്റെ നന്ദി.